ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് ഡ്രസ് കോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ മുകൾ ഭാഗത്തേക്കും ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സിൽക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത് താഴ് ഭാഗത്തേക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ അംബ്രല്ല ടോപ്പും അതിലേക്ക് പാൻറ്റും ഷോളുമാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് പ്ലാസോ പാൻറ്റും അതിൻ്റെ ടോപ്പുമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് 4 ഡ്രസ്സാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 2 വലിയ ആൾക്കും അതുപോലെ തന്നെ 2 കുട്ടികൾക്കുമാണ് ആദ്യം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടോട്ടൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് 6 ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് 2 ഡ്രസ്സിന് വേറെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു മെറ്റീരിയൽ 4 ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ സെറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ മുകൾ ഭാഗത്തേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിലേക്കുള്ള ലൈനിങ്ങും പിന്നെ താഴ്ഭാഗത്തേക്ക് ആ ഒരു സിൽക്കിൻ്റെ മെറ്റീരിയലും പിന്നെ പാൻറ്റിനും നമ്മൾ ഈ ഒരു ക്രേപ്പിൻ്റെ സെയിം ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ പാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ 2 മീറ്റർ പാൻറ്റിന് വേണ്ടിയിട്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഓരോരുത്തരെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് മാറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരും കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ടൈമിൽ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഇത്രയും ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ നമ്മൾ എടുക്കാൻ നിന്നാൽ നമുക്ക് ടൈം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് പോവുകയാണ്. യോക്ക് പാർട്ടും അതുപോലെ തന്നെ സ്ലീവും ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ താഴ് ഭാഗത്തേക്ക് ഈ ഒരു സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് അംബ്രല്ല കട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 4 മീറ്ററിലാണ് കേട്ടോ നമ്മൾ വലിയ ആളുകൾക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വർക്ക് വരുന്നത് 1.5 മീറ്ററിലുമാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈനിങ് നോർമലായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് പ്ലീറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി കട്ടിങ്ങൊക്കെ ഫുള്ളായിട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ സുബൈക്ക് നേരത്തെ എണീറ്റിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു 5:20 ആയപ്പോഴാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ടാക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ബോബിൽ ത്രെഡ് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന ടൈമിൽ അറിയില്ല. ഞാനിങ്ങനെ ഓരോന്നും ഇപ്പോൾ ഇങ്ങനെ നോക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ കൊടുത്ത് അവരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിന് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴാണ് ഞാനും എന്തൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് കാണുന്നത്. കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഓരോരോ ഐഡിയ വെച്ചിട്ട് ഓരോ പാർട്ട് ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. ഈ ഒരു വർക്ക് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമിന് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിലെ കാര്യം മക്കളെ കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതും കൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടൈമിൻ്റെ പ്രശ്നം നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ് ഒന്നും കാണിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഫൈനൽ ലുക്കൊക്കെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എനിക്ക് ഫൈനൽ ലുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ടൈമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം, മക്കളുടെ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ വർക്കും നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ടൈം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉറക്കം കുറച്ച് പോയാലും എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൈം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു.
ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ഒരു 12:30 വരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും, സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടിരിക്കും. സുബൈക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു 4-4:30 ആകുമ്പോൾ തന്നെ എണീക്കും. എന്നിട്ട് ഒരു 6 മണിയോട് കൂടി സ്റ്റിച്ചിങ് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെ കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായി ചെയ്തെടുത്തൊരു വർക്കായിരുന്നു കേട്ടോ. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ടോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. യോക്ക് പാർട്ടിൽ ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്ക് വീനെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. താഴ്ഭാഗത്ത് അംബ്രല്ല കട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹെമ്മർ ഫൂട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീവ് നോർമലായിട്ട് തന്നെ കേട്ടോ. നമ്മളെ കസ്റ്റമർ പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ടോപ്പും പാൻറ്റും ഷോളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തേതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓരോന്നും ഇങ്ങനെ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ഫുള്ളായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പാൻറ്റ് കട്ട് ചെയ്ത് എടുത്തത്. പാൻറ്റ് ഞാൻ മുൻപ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ തന്നെ വലിയവരെ ടോപ്പുമാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീഡ്സ് കണ്ടില്ലേ, ഈ ഒരു ബീഡ്സ് നമ്മുടെ സൂചിൻ്റെ ഇടയിൽ പെട്ടിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഡ്സ് വരുന്ന ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. താഴ്ഭാഗം ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹെമ്മർ ഫൂട്ട് ഉണ്ടല്ലോ, ആ ഒരു ഫൂട്ട് ഇട്ടിട്ട് ആണ് താഴ്ഭാഗം റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്റ്റിച്ച് കാണാൻ തന്നെ ഭംഗിയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒറ്റ ദിവസം ചെയ്ത വീഡിയോസ് അല്ല, പല പല ദിവസങ്ങളിലായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പല ഭാഗങ്ങൾ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഓരോരോ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലോങ് വീഡിയോ, ഒരുപാട് ദിവസമായല്ലോ, ഒരു മാസത്തിൻ്റെ അടുത്ത് എങ്ങാണ്ടായിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കാമെന്നുള്ളൂ കേട്ടോ. പാൻറ്റ് ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സ്ട്രൈറ്റ് പാൻറ്റാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പാൻറ്റ് അവർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തെടുത്തതായിരുന്നു. പാൻറ്റിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നോർമൽ പാൻറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു പാൻറ്റ്. ഈ ഒരു വർക്കും കൂടെ അതിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രൈറ്റ് കട്ടിങ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻറ്റിന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 പാൻറ്റാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 4 ഡ്രസ്സും 3 പാൻറ്റും. ഒരാൾക്ക് ആലിയ കട്ടിൻ്റെ ഡ്രസ്സാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുട്ടികൾക്ക് ചെയ്ത കേട്ടോ, അംബ്രല്ല പാൻറ്റാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ടോപ്പും. ഇപ്പോൾ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹാങ്ങിങ് വർക്ക് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കൈവച്ചിട്ട് തന്നെ തുന്നി എടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ ഇതുപോലെ 2 എണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പേര് എഴുതിയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ അതിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു ഹാങ്ങിങ് തുന്നിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രേ തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓരോ ടൈമിൽ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഷോൾ ചെയ്തെടുക്കാൻ 7 ഷോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഷോളും നമ്മുടെ കയ്യിൽ തന്നെയാണ് സ്കാലപ്പ് ചെയ്തെടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ടോട്ടൽ 7 ഷോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 ഷോള് സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 2 ഷോള് സൈഡിൽ ലേസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ലേസ് വെച്ചിട്ട് 2 ഷോളാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഒരു ഷാള് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 ആക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അവരങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു നോർമൽ വീതിക്ക് ആണ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷോള് ചെയ്തെടുത്തത്. ബാക്കി എല്ലാ ഷാളൊക്കെ നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു ലേസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ തന്നെ പോയിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് മീറ്റർ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 35 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് 2 ഷോളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സ്കാലപ്പ് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സ്കാലപ്പിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് താല്പര്യമുള്ളവർ പോയിട്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്യുമ്പോൾ ത്രെഡ് പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 ഷോളും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡൊക്കെ സോൾഡറിങ് അയൺ വെച്ചിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തെടുത്തതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് പോവാം. രണ്ട് ഷോളിലും നമ്മൾ ലേസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിക്കാണ് കേട്ടോ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ഹെമ്മർ ഫൂട്ട് വെച്ചിട്ട് ചെറിയ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൺ സൈഡിൽ മാത്രമാണ് കേട്ടോ ലേസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്കാലപ്പും വൺ സൈഡ് മാത്രമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ഷോൾ ഫുള്ള് ഇതുപോലെ തന്നെ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കണം കേട്ടോ. സ്കാലപ്പ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. കുട്ടികളുടെ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അരയിഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാർക്കിങ്ങും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫൈനൽ ലുക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും എന്ന് പറയണിട്ടില്ല, ഞാൻ എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ലാസ്റ്റ് വീഡിയോ എടുക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് മഴ പെയ്യും. ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ കൂടെ പുറത്തേക്ക് വലിച്ചിട്ട ടൈമിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ. നമ്മുടെ ഡ്രസ്സ് നനയാനും പറ്റില്ല, നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടും വേണം. പിന്നെ അവർ നല്ല ഫോട്ടോസ് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലൊരു ആലിയ കട്ട് ടോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അധികം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ആ ഒരു പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയണൊക്കെ ചെയ്തിട്ട് ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഷോളാണ്. ഈ ഒരു രീതിക്കാണ് ഷോളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോളിൻ്റെ വർക്ക് ഞാൻ ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കവറിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ഞാനിത് ഈ ഒരു രീതിക്കാണ് കേട്ടോ കുട്ടികൾക്ക് ഷോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫോട്ടോസിലൊന്നും അവർ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നോർമലായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവർ കുട്ടികൾ യൂസ് ചെയ്യൂല, ഫോട്ടോ എടുക്കുന്ന ടൈമിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്മേ ഒന്നും ചെയ്യണ്ട, സൈഡ് മാത്രം ഒന്ന് മടക്കി അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഷോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെ സെറ്റാക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് കവറിലാക്കി വെക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്ത അന്ന് ആ ഒരു ദിവസം തന്നെ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ഉച്ചയായപ്പോഴത്തേക്കും അവർ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ് കോഡിൻ്റെ വിശേഷങ്ങൾ. ഇതിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ദിവസത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ച വീഡിയോസായിരുന്നു. അതൊക്കെ കൂടെ ഒരു ലോങ് വീഡിയോ ആക്കി ഇട്ടു എന്നുള്ളൂ. ഇതിൽ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും എടുക്കലില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം. അവർ ഫോട്ടോസ് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഫോട്ടോസ്. ഞാൻ വർക്കുകൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റയിൽ നമ്പർ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നെയിമിൽ തന്നെ ഇൻസ്റ്റാ പേജ് മെസ്സേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.